തമിഴ്നാട് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ നൽകാനുള്ളത്. തൃഷയെ അപമാനിച്ചുകൊണ്ടുള്ള പരാമർശത്തിലാണ് ഇപ്പോൾ ഉദയനിധിയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. നേരത്തെ തന്നെ ഉദയനിധി സ്റ്റാലിന്റെ വീടിന് മുന്നിൽ, വസതിക്ക് മുന്നിൽ പോലീസ് സന്നാഹം നിലയുറപ്പിച്ചിരുന്നു. DMK പ്രവർത്തകർ അവിടെ പ്രതിഷേധവുമായി എത്തിയിരുന്നു. ഉദയനിധിയെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. സായികുമാർ ന്യൂസ് ഡെസ്കിൽ നിന്ന്. സായികുമാർ, ഇപ്പോൾ തൃഷയ്ക്കെതിരെ ഉദയനിധി സ്റ്റാലിൻ എന്ത് പരാമർശമാണ് നടത്തിയപ്പോൾ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു, അറസ്റ്റിലേക്ക് നീങ്ങുമെന്ന സൂചനകളല്ലേ? തീർച്ചയായും സ്മൃതി, വലിയ രാഷ്ട്രീയ നാടകങ്ങളാണ് ഇപ്പോൾ തമിഴകത്ത് നടക്കുന്നത്. തത്സമയ ദൃശ്യങ്ങൾ തന്നെ ഇപ്പോൾ നമുക്ക് കാണാം. അല്പം മുൻപാണ് തഞ്ചാവൂർ പോലീസ് ഉദയനിധി സ്റ്റാലിന്റെ ചെന്നൈയിലെ വീട്ടിലേക്ക് എത്തിയത്. ഇപ്പോൾ അദ്ദേഹത്തെ അപ്പോൾ തന്നെ അത് അറസ്റ്റിലുള്ള നീക്കമാണ് എന്നുള്ള വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. അദ്ദേഹത്തിനെതിരെ കേസ് നേരത്തെ എടുത്തു. വലിയ രാഷ്ട്രീയ വിവാദവും പ്രതിഷേധവുമാണ് ഉദയനിധി സ്റ്റാലിന്റെ ഈ പരാമർശത്തിൽ തമിഴകത്ത് ഉണ്ടായത്. അതിൽ TVKയുടെ വനിതാ വിഭാഗം അദ്ദേഹത്തിനെതിരെ തഞ്ചാവൂർ പോലീസിൽ പരാതി നൽകുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കാൻ വേണ്ടി തഞ്ചാവൂർ പോലീസ് എത്തുന്നു എന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം DMK മറ്റ് TVK പ്രവർത്തകരുടെ പ്രതിഷേധം തടയാൻ പോലീസ് എത്തിയെന്നുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഉദയനിധി സ്റ്റാലിനെ അറസ്റ്റ് ചെയ്യാൻ തന്നെയുള്ള പോലീസ് നീക്കമായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. തമിഴ്നാട് പ്രതിപക്ഷ നേതാവിനെയാണ് ഇപ്പോൾ TVKയുടെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. തമിഴകത്ത് വലിയ രാഷ്ട്രീയ കോളിളക്കമുണ്ടാക്കുന്ന ഒരു നടപടിയായി ഇത് മാറുകയും ചെയ്യും. കഴിഞ്ഞ ദിവസമാണ് കാവേരി വിഷയത്തിൽ നടത്തിയ ഒരു പ്രതിഷേധത്തിനിടെ തൃഷയ്ക്കെതിരെ നടത്തിയ ഒരു ദ്വയാർത്ഥ പ്രയോഗം, അത് തമിഴകത്ത് വലിയ വിവാദമാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. കോൺഗ്രസ് അത് ഞെട്ടിപ്പിക്കുന്ന ഒരു പരാമർശമാണ് എന്നുള്ള ഒരു പ്രതികരണം നടത്തുന്നു. BJP നേതാക്കൾ വലിയ വിമർശനം ആ വിഷയത്തിൽ ഉന്നയിക്കുന്നു. അത് നിയമ നടപടി നേരിടേണ്ട ഒരു വിഷയമാണെന്ന് BJP കൂടി ആ വിഷയം ഏറ്റെടുക്കുന്നു. TVKയുടെ വനിതാ വിഭാഗം അതിൽ നിയമപരമായി പരാതി നൽകുന്നു. അങ്ങനെയാണ് ഇപ്പോൾ തഞ്ചാവൂർ എന്നുള്ള വിവരം കൂടി ലഭിക്കുകയാണ്. സായികുമാർ, ഇപ്പോൾ ഉദയനിധി സ്റ്റാലിൻ തമിഴ്നാട് പ്രതിപക്ഷ നേതാവ് അറസ്റ്റിലായിരിക്കുന്നു. നടി തൃഷയ്ക്കെതിരായ ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ നടത്തിയ പ്രതികരണമാണ് വലിയ പ്രതിഷേധമുണ്ടാക്കിയത്. തൊട്ടു പിന്നാലെ TVKയിൽ നിന്നും TVK വനിതാ വിഭാഗത്തിൽ നിന്നും പരാതി ഉയരുന്നു. ഉടനെ കസ്റ്റഡിയിലേക്ക് നീങ്ങിയിരിക്കുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അവിടെ ഒരു സംഘർഷ സാഹചര്യം നിലനിൽക്കുകയാണോ ഇപ്പോൾ ഉദയനിധി സ്റ്റാലിന്റെ വസതിക്ക് മുന്നിൽ? തീർച്ചയായും ഇപ്പോൾ DMK പ്രവർത്തകരുടെ വലിയ സന്നാഹം അവിടെയുണ്ട്. അവരുടെ ഭാഗത്തൊരു പ്രതിഷേധമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ വലിയ പോലീസ് സന്നാഹം ഇന്ന് ഈ വസതിക്ക് മുന്നിൽ എത്തുകയും ചെയ്തിരുന്നു. സ്മൃതി, നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. വലിയ സ്വാഭാവികമാണ്. DMKയുടെ പ്രധാനപ്പെട്ട നേതാവാണ്, തമിഴ്നാട്ടിലെ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹത്തെയാണ് ഇപ്പോൾ വീട്ടിലെത്തി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും DMKയുടെ ഭാഗത്ത് നിന്ന് അതിൽ വലിയ രോഷമുണ്ടാകും. പക്ഷെ അദ്ദേഹത്തിൻ്റെ ദ്വയാർത്ഥ പ്രയോഗത്തിൽ വലിയ പ്രതിഷേധം പല കോണുകളിൽ നിന്ന് ഇന്ന് ഉയർന്നു വരികയും ചെയ്തു. അശ്ലീല പരാമർശം എന്നാണ് BJP ആ വിഷയത്തിൽ. BJPയും ഈ വിഷയം വലിയ രീതിയിൽ ഏറ്റെടുക്കുന്നു. TVK ആകട്ടെ അവരുടെ വനിതാ വിഭാഗം മന്ത്രി തന്നെയാണ് നേരിട്ട് ഈ വിഷയത്തിൽ പരാതിയുമായി മുന്നോട്ട് വരികയും ചെയ്തത്. ഇതിൽ ഉദയനിധി സ്റ്റാലിൻ്റെ ഒരു വിശദീകരണം, താൻ തൃഷയെ അധിക്ഷേപിച്ചിട്ടില്ല, താൻ ഉദ്ദേശിച്ചത് കാവേരി നദിയെക്കുറിച്ചാണ്, തൻ്റെ പരാമർശം കാവേരി നദിയെക്കുറിച്ചായിരുന്നു. പക്ഷേ സദസ്സിൽ നിന്ന് തൃഷ എന്ന് വിളി ഉയരുന്നതിനിടയിലാണ് ഒരു ദ്വയാർത്ഥ പ്രയോഗം, അത് നമുക്ക് പറയാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ദ്വയാർത്ഥ പ്രയോഗം ഉദയനിധി സ്റ്റാലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അത് അപ്പോൾ തന്നെ അതിൽ വലിയ വിമർശനമുണ്ടായിരുന്നു, പ്രതിഷേധമുണ്ടായിരുന്നു. സിനിമാ സംഘടനകളടക്കം അതിനെതിരെ രംഗത്ത് വരികയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഉദയനിധി സ്റ്റാലിൻ അതിൽ നൽകിയ വിശദീകരണം, താൻ ഉദ്ദേശിച്ചത് തൃഷയല്ല, അങ്ങനെ ആരെങ്കിലും അപമാനിക്കാൻ താൻ ഉദ്ദേശിച്ചിട്ടില്ല, താൻ ഉദ്ദേശിച്ചത് കാവേരി വിഷയത്തിലൊരു പ്രതികരണമായിരുന്നു എന്നാണ് ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞത്. പക്ഷേ അത് നിയമപരമായി തന്നെ മുന്നോട്ട് പോകുന്നു. TVK സർക്കാർ ഇപ്പോൾ അവരുടെ പോലീസിനെ വിട്ട് ഉദയനിധി സ്റ്റാലിൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. ഇപ്പോൾ കസ്റ്റഡിയിൽ കൊണ്ടുപോകും വഴിയുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിന് കൂടി ഇപ്പോൾ അവിടെ മാധ്യമപ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട്. എന്നാലും തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. തഞ്ചാവൂർ പോലീസ് ഇന്ന് രാവിലെ അല്പം മുമ്പാണ് ചെന്നൈയിലെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തിയത്. അതൊരു പക്ഷേ ജാമ്യമില്ലാ വകുപ്പുകളാണ് ഉദയനിധി സ്റ്റാലിനെതിരെ ചുമത്തിയിട്ടുള്ളത്. തൊട്ടു പിന്നാലെ മുൻകൂർ ജാമ്യത്തിനായി അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചിട്ടുമുണ്ട്. ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നുണ്ടോ ഇന്ന്? തീർച്ചയായും ഹൈക്കോടതി ഉടൻ തന്നെ അത് പരിഗണിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് മുൻപ് തന്നെ ഇപ്പോൾ പോലീസിന്റെ നടപടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് കോടതി ആ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുൻപ് തന്നെ ഇപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന്, പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങേയറ്റം ഗൗരവമായി തന്നെ TVK സർക്കാർ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ഈ പ്രതികരണത്തെ കാണുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എന്തായാലും
തമിഴ്നാട്ടിൽ വലിയ രാഷ്ട്രീയ കോളിളക്കം ഉണ്ടാക്കുന്ന ഒരു നടപടി നമ്മൾ കാണുകയാണ്. TVK വേഴ്സസ് DMK എന്ന രീതിയിലേക്ക് ഈ വിഷയം ഇനി മാറുകയും ചെയ്യും. അതിൽ ഒരു വശത്ത് ഉദയനിധി സ്റ്റാലിനെതിരെ വലിയ വിമർശനവുമായി BJP കൂടി ഉണ്ട് എന്നതുകൂടി നമ്മൾ ഇപ്പോൾ കാണണം.